റഷ്യൻ ആക്രമണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ഉക്രൈനിലെ സാധാരണക്കാരെ റഷ്യ ലക്ഷ്യമിടുന്നതിന്റെ ദൃശ്യങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സെലൻസ്കി വീഡിയോ പങ്കുവച്ചത്. തെരുവ് കച്ചവടക്കാരനെ വട്ടമിട്ട് പറന്ന് പൊട്ടിത്തെറിക്കുന്ന ഡ്രോണിന്റെ ദൃശ്യങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. വിദൂര നിയന്ത്രിത ഡ്രോണുകൾ സാധാരണക്കാർക്കെതിരെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് സെലൻസ്കിയുടെ ആരോപണം. ആ പ്രതികരണത്തിലേക്ക് വളരെ ഭയാനകമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ ആ ദൃശ്യത്തിന്റെ ആധികാരികത, ഒപ്പം മറ്റ് വിശദാംശങ്ങളെല്ലാം നമുക്ക് ഐസനോട് തന്നെ ചോദിക്കാം. തീർച്ചയായും രാഗി, അങ്ങനെയാണ്. ഐസൻ, എന്താണ് ഇപ്പോൾ സെലൻസ്കിയുടെ ആരോപണം? ഈ സാധാരണക്കാർക്കെതിരെ വലിയ രീതിയിൽ ഡ്രോണുകളും ബോംബുകളും ഒക്കെ റഷ്യ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് എന്നാണ് സെലൻസ്കി പറയുന്നത്. എന്തൊക്കെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും ഈ ഘട്ടത്തിൽ? അശ്വതി, രാഖി, തീർച്ചയായും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഒരു പച്ചക്കറി വ്യാപാരി, ഒരു തെരുവിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ഒരു വ്യാപാരിയെ വട്ടമിട്ട് പറന്ന് അത് സ്വയം പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് വോളോഡിമിർ സെലൻസ്കി താൻ്റെ നിലപാട് വളരെ കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ അതീവ ഗൗരവമേറിയ ഒരു വിഷയമായി ഇക്കാര്യത്തെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ, അതായത് നമുക്കറിയാവുന്നതാണ്, ആ ലക്ഷ്യമിടുന്ന സ്ഥാനത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൃത്യമായും കറങ്ങിത്തിരിഞ്ഞെത്തി ആക്രമണം നടത്താൻ സാധ്യതയുള്ള ഡ്രോണുകൾ ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ച് കൃത്യമായും ഒരു ആക്രമണത്തിന് നീക്കം നടത്തുകയും അവസാനം അത് പൊട്ടിത്തെറിക്കുകയും ഭാഗ്യത്തിന് ആ വ്യക്തി വലിയ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുകയും ചെയ്തു. ജീവൻ നഷ്ടമുണ്ടായില്ല എന്നതാണ് വോളോഡിമിർ സെലൻസ്കി അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ യുദ്ധങ്ങളും അത്തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഓരോ വ്യക്തിയെ, സിവിലിയൻസിനെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന് തെളിവാണിത് എന്ന് പറഞ്ഞ് സെലൻസ്കി തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ അല്ലെങ്കിൽ എക്സ് പോസ്റ്റിലാണ് വളരെ കൃത്യമായ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സാധാരണക്കാർക്ക് നേരെയാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അതീവ ഗൗരവമേറിയൊരു വിഷയമാണിത് എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ റഷ്യ യുക്രൈനെതിരെ നടത്തുകയും ചെയ്തിരുന്നു. അതിൽ പല ഘടകങ്ങളുണ്ട്. നാറ്റോ അംഗരാജ്യങ്ങളുടെ ചർച്ചയുടെ വേളയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതായത് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടുതൽ ഡ്രോണുകൾ നൽകുന്നതിന് വേണ്ടി തുക അനുവദിക്കുന്നു. അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ യൂറോപ്പിൻ്റെ ഭാഗത്തു നിന്നും, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ഒരു പരിധിവരെ US-ൻ്റെ ഭാഗത്തു നിന്നും പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്നുള്ള ചില നിലപാടുകളൊക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും സംഘർഷങ്ങൾ രൂക്ഷമാവുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് സെലൻസ്കി സാധാരണക്കാരെയാണ് റഷ്യൻ സൈന്യം ലക്ഷ്യമിടുന്നതെന്ന് കൃത്യമായി പറയാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്.